കടൽ കാണാൻ പോകാറുള്ളത് ഒരു സ്ഥിരം പരിപാടിയായിരുന്നു. പണ്ട് വീട്ടിൽ ഗസ്റ്റൊക്കെ വരുമ്പോൾ ഉച്ചയ്ക്ക് ഭക്ഷണമൊക്കെ കഴിച്ച് ഇത്തിരി നേരം റെസ്റ്റൊക്കെ എടുത്തിട്ടൊരു പോക്കുണ്ട് കടൽ തീരത്തോട്ട്. എല്ലാവരും കൂടി കടപ്പുറത്ത് ഓടിക്കളിക്കുക, കടലമ്മക്കല്ലി എന്ന് എഴുതുക, പിന്നെ ആ കടൽ മണ്ണുകൊണ്ട് വീടുണ്ടാക്കുക. ഇതൊക്കെയായിരുന്നു അന്നത്തെ മെയിൻ പരിപാടി. പിന്നെ ഐസ്ക്രീം കഴിക്കും. അന്ന് കോലൈസ് ആയിരുന്നു കേട്ടോ. കോലൈസ് വാങ്ങി കഴിക്കുക, ചൂടുള്ള കപ്പലണ്ടി കഴിക്കുക, അങ്ങനെയൊക്കെ. അമ്മ പണ്ട് പറയാറുണ്ട്, കാലിൽ നീരൊക്കെ ഉള്ളപ്പോൾ കടൽ വെള്ളത്തിൽ നിന്നാൽ മതി, വേദനയും നീരൊക്കെ പോകുന്നു. ആക്ച്വലി കടൽ മണ്ണിനൊരു ആൻറ്റി ഇൻഫ്ലമേറ്ററി ആക്ഷൻ ഉണ്ട് കേട്ടോ. നീരോട് കൂടിയുള്ള വാദം, ഇപ്പോൾ ആമവാദം എന്ന് പറയില്ലേ, റൊമറ്റോയിഡ് ആർത്രൈറ്റിസ്, ആ കണ്ടീഷനിലൊക്കെ ഈ കടൽ മണ്ണ് ചൂടാക്കി കിഴി കെട്ടി വേദനയുള്ളടത്ത് കിഴി കുത്തുന്നത് ഒത്തിരി ഹെൽപ്പ് ചെയ്യും. വേദനയും നീരൊക്കെ പെട്ടെന്ന് കുറയും. കടൽ മണ്ണായതുകൊണ്ട് തന്നെ നല്ല ഉപ്പുണ്ടാവും അതിന്. അപ്പോൾ ആ ഉപ്പ് ഉള്ളത് കൊണ്ട് വേദനയൊക്കെ പെട്ടെന്ന് കുറയും. കടൽ മണ്ണിൻ്റെ ഉപയോഗങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ സിദ്ധ പുസ്തകത്തിൽ ഇനിയും ഒത്തിരി പറഞ്ഞിട്ടുണ്ട് കേട്ടോ. നമ്മുടെ ഒരു പ്രത്യേകതയാണ്, നമ്മൾ ഒരിക്കൽ പോയ സ്ഥലത്ത് വീണ്ടും പോവുകയാണെങ്കിൽ അതിനു മുന്നേ പോയപ്പോൾ ഉള്ള കഥകളൊക്കെ പറയും. അന്ന് നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന ആൾക്കാർ, വിശേഷങ്ങൾ, ഒത്തുചേരൽ എല്ലാം നമ്മൾ വീണ്ടും ഓർക്കും, അല്ലെങ്കിൽ അതിനെക്കുറിച്ച് സംസാരിക്കും. കടൽ തീരവും അങ്ങനെ തന്നെയാണ്. കടൽക്കാറ്റും സന്ധ്യാസമയത്ത് സൂര്യനും എല്ലാം നമ്മളെ പഴയ ഓർമ്മകളിലേക്ക് കൊണ്ടുപോകും. നിങ്ങൾക്കും അങ്ങനെ തന്നെയല്ലേ?